നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡോക്ടർമാരുടെ എക്സ്പീരിയൻസ് എന്താണ്? അവരുപയോഗിക്കുന്ന ടെക്നോളജി എന്താണ്? ഇതെല്ലാം നമ്മൾ നോക്കണം. വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താ? നീ എംബ്രിയോളജിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉം. എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഭ്രൂണമാണെന്നറിയാം. യെസ്. ഈ ഭ്രൂണം, ഈ ഭ്രൂണം ഫോം ചെയ്യുന്ന, അതായത് എംബ്രിയോ ഫോം ചെയ്യുന്ന, IVF വഴി ഫോം ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന എംബ്രിയോളജിസ്റ്റ്. ഇവരുപയോഗിക്കുന്ന ടെക്നോളജി ഏതാണ്? അവരുടെ എക്സ്പീരിയൻസ് എന്താണ്? ഇത് കൂടി നമ്മൾ നോക്കണം. അല്ലടാ, ഈ IVF ചികിത്സയിൽ നമ്മുടെ കുഞ്ഞു തന്നെയാണെന്നൊക്കെ ഉറപ്പിക്കാൻ പറ്റുമായിരിക്കുമല്ലേ? ഉം. അതൊരു മെയിൻ പോയിന്റാണ്. ഈ IVF വഴി ഉണ്ടായ കുട്ടി നമ്മുടെ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാനുള്ള ടെക്നോളജി ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. മാത്രമല്ല പൈസ കൂടി നോക്കണ്ടേ? അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഈ പറയുന്ന എല്ലാ ടെക്നോളജീസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ കണ്ടെത്താനായിട്ട് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഞാൻ റിസർച്ചിലാണ്. നീ പോലും അറിയാണ്ട്. എടാ കള്ളാ, എന്നിട്ട് ഹോസ്റ്റലിൽ കണ്ടെത്തിയോ നീ? പിന്നല്ല. പക്ഷേ ഇതിനാദ്യം നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് അറിയണം. സോ അതിനായിട്ട് കുറച്ച് ബേസിക് ടെസ്റ്റുകളുണ്ട്. ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ നമ്മുടെ ഫസ്റ്റ് വിസിറ്റിൽ നമ്മുടെ സെമൻ ടെസ്റ്റ്, അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള സ്കാനിങ്, ഇതിനുശേഷമുള്ള ഫസ്റ്റ് കൺസൾട്ടേഷൻ, ഇതെല്ലാം ഫ്രീ ആണ്. ഏതാ ഹോസ്പിറ്റൽ?